പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഫെബ്രുവരി മാസം 21 ഹല്ലേലൂയ, ആമേൻ, അനുഗ്രഹിക്കപ്പെട്ട ഈ ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. എന്തെല്ലാം അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങളൊക്കെ നമുക്ക് വരാമായിരുന്നു. അതിൽ നിന്നൊക്കെയും നമ്മുടെ കർത്താവ് നമ്മളെ സൂക്ഷിച്ചില്ലേ? കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചില്ലേ? അതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതി നമ്മളെ ഉണർത്തിയില്ലേ? കർത്താവിന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവ്, ഒന്നിനും കുറവില്ലാതെ അത്ഭുതകരമായി നടത്തുന്ന കർത്താവ്, സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞിട്ട് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ, ആമേൻ. ഇന്നലത്തെ നമ്മുടെ സഭായോഗം അനുഗ്രഹമാക്കി തീർത്തന്നെ കരം ഉയർത്തിയൊന്ന് കർത്താവിനോട് നന്ദി പറഞ്ഞ് ഇന്നലെ കർത്താവ് അത്ഭുതകരമായിട്ട് കാര്യങ്ങളെ ചെയ്തു. ആമേൻ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കർത്താവെ അങ്ങേക്ക് നന്ദി, കർത്താവെ അങ്ങേക്ക് നന്ദി, കർത്താവെ അങ്ങേക്ക് നന്ദി. പിതാവെ അങ്ങേക്ക് സ്തോത്രം 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 സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. സ്വർഗീയ പിതാവെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുക. കർത്താവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരിക. നീർത്തോടിനായി കാംക്ഷിക്കുന്നത് പോലെ ഇന്ന് പ്രഭാതത്തിൽ കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യത്തെ കാംക്ഷിച്ചുകൊണ്ട്, അങ്ങയുടെ ആ നിറവിനെ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരിക. അങ്ങ് ഞങ്ങളെ ഒന്ന് നിറച്ചാട്ട്, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ. ഈ പ്രഭാതത്തിൽ പിതാവെ, ഞങ്ങൾക്ക് അങ്ങയുടെ സാന്നിധ്യത്തെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ആ സാന്നിധ്യത്തെ ആഗ്രഹിക്കുന്നു, ആ സാന്നിധ്യത്തെ ഞങ്ങൾ കൊതിക്കുന്നു ഈ പ്രഭാതത്തിൽ. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആ സാന്നിധ്യത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു, ആ സാന്നിധ്യത്തെ ഞങ്ങൾ ആമേൻ വാഞ്ചിക്കുന്ന കർത്താവേ. അപ്പോൾ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഓരോരുത്തരുടെ ആവശ്യങ്ങളിൽ ഇന്നത്തെ പകൽക്കാലം അങ്ങയുടെ കൃപയും സമാധാനവും ഉണ്ടാകണം. ആമേൻ. കർത്താവേ, തൻ്റെ കുഞ്ഞുങ്ങൾ അവരുടേതായ ആവശ്യങ്ങൾ പലതാ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അപ്പയ്ക്ക് അറിയാം, ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആമേൻ. ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്തെന്ന് അപ്പയെ അറിയുന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. ഇന്ന് പകൽക്കാലം തൻ്റെ മക്കളുടെ ആവശ്യങ്ങളിൽ ഇന്ന് കർത്താവിൻ്റെ അത്ഭുതങ്ങൾ നടക്കട്ടെ. അവൻ ശാരീരികമായ ആവശ്യങ്ങളിൽ അത്ഭുതം നടക്കട്ടെ, മാനസികമായ ആവശ്യങ്ങളിൽ അത്ഭുതം നടക്കട്ടെ, ഭൗതികമായ ആവശ്യങ്ങളിൽ ദൈവിക അത്ഭുതം നടക്കട്ടെ. പ്രത്യേകിച്ച് രോഗത്തിൻ്റെ അവസ്ഥകളെല്ലാം മാറി യേശുവിൻ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾ സ്വസ്ഥരാകട്ടെ. നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിൻ്റെ കുഞ്ഞുങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ, എല്ലാ വേദനകളും മാറിപ്പോകട്ടെ. ആമേൻ. പ്രത്യേകിച്ച് കാൽ വെള്ളയുടെ അവിടെ ഹീലിൻ്റെ, ആമേൻ, ലെഫ്റ്റ് ലെഗിൻ്റെ, ആമേൻ, കാലിൻ്റെ വെള്ളയുടെ ആമേൻ അകത്തെ സൈഡിൽ വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നു. കാൽ കുത്തുമ്പോൾ, ആമേൻ, നടക്കുമ്പോൾ കാലിനെ അവിടെ ഒരു ആമേൻ കുത്തിപ്പറിക്കുന്ന പോലുള്ള വേദന യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ പൂർണ്ണമായിട്ട് അങ്ങ് സ്വസ്ഥമാകട്ടെ. ആ കണ്ണിൻ്റെ എല്ലാ അസ്വസ്ഥതകളും, കണ്ണിനകത്തുള്ള ഇൻഫെക്ഷനുകൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു. അതുപോലെ കർത്താവെ, ജോലിയിലെ വിഷയങ്ങളിൽ കർത്താവ് സമാധാനവും സ്വസ്ഥതയും കൊടുക്കണം. ബിസിനസ്സിനകത്ത് അഭിവൃദ്ധി കൊടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ. ആമേൻ. അതുപോലെ കർത്താവെ, സാലറി പെൻഡിങ് ആയിട്ടിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, അത് കാരണം അവർക്ക് റെൻറ്റ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കാൻ കഴിഞ്ഞില്ല, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ചില മിറക്കിൾസ് ഈ വീക്കിൽ സംഭവിക്കട്ടെ. ആമേൻ. ആ പെൻഡിങ് സാലറികൾ മടങ്ങി ലഭിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. വീടിൻ്റെ റെൻ്റ്, ആമേൻ, അതുപോലെ തന്നെ ആമേൻ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആമേൻ ഫീസുകളൊക്കെ അടയ്ക്കാൻ കർത്താവിൻ്റെ കൃപ അവിടെ ഉണ്ടാകട്ടെ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ചെയ്യുന്ന അത്ഭുതങ്ങൾക്ക് നന്ദി, അങ്ങയുടെ കൃപകൾക്കായിട്ട് നന്ദി. കർത്താവേ, ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. ആമേൻ. ഉണർവിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഒരു ലോകവ്യാപകമായ ഉണർവ് സംഭവിക്കട്ടെ. അതുപോലെ തന്നെ കർത്താവിനോട് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ വീണ്ടും പ്രാർത്ഥിക്കുക. അപ്പോൾ എക്സാംസ് എഴുതുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. 10th 12th ബോർഡ് എക്സാംസിനെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന ജ്ഞാനവും വിവേകവും ബുദ്ധിയും കൊടുത്ത് അനുഗ്രഹിക്കണം. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക്
യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയിൽ ഈ പകൽക്കാലം കർത്താവ് നിങ്ങളെ പൊതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ആലോചന എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യമാണ്. വെളിപ്പാട് പുസ്തകം 3:2 അവിടെ നമുക്ക് വായിച്ചു നോക്കാം. എന്താ പരിശുദ്ധാത്മാവ് പറയുന്നത്? ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക, ഞാൻ നിൻ്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധി പൂർണ്ണതയുള്ളതായി കണ്ടില്ല. അപ്പം അവിടെ പറയുന്നത് ഉണർന്നുകൊള്ളുക. ആമേൻ. എന്നിട്ട് പറയുക, ചാവാറായ ശേഷിപ്പുകളെ ആമേൻ ശക്തീകരിക്കുക. ചാവാറായ ശേഷിപ്പുകളെ എന്ന് വെച്ചാൽ മരിക്കാൻ പോകുന്ന ആമേൻ എന്തൊക്കെയോ റിമൈൻഡായിട്ട് ബാക്കിയുണ്ട്, അതെന്ത് ചെയ്യണം? ശക്തീകരിക്കണം. ആമേൻ. സർദീസിലെ സഭയോട് പറയുന്ന ദൂതാണ്, ഈ സഭയ്ക്ക് നല്ലൊരു പേരുണ്ട്, ബട്ട് അതിന് ജീവനില്ല. ആമേൻ. അതാ പറഞ്ഞത്, നിങ്ങൾക്ക് ആമേൻ എൻ്റെ ജീവനുള്ളതിൽ നിന്ന് നിനക്ക് പേരുണ്ടെങ്കിലും എന്തില്ല, നീ മരിച്ചവനാകുന്നു എന്ന് വെച്ചാൽ റെപ്യൂട്ടേഷനുണ്ട്, പക്ഷേ വൈറ്റാലിറ്റി ഇല്ല. ആ ഒരു അനുഭവത്തിലാണ് സഭ നിൽക്കുന്നത്. അപ്പോൾ അവരോട് പറയുക, നിങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആമേൻ. അവർ മൊത്തത്തിൽ മരിച്ചു പോയിരിക്കുന്നു എന്നല്ല പറഞ്ഞത്, ബട്ട് എന്തൊക്കെയോ ഉണ്ട്, പക്ഷേ അത് മരിക്കാറായിരിക്കുക. അതുകൊണ്ട് യേശു പറയുക, വേക്കപ്പ്, സ്ട്രെങ്തൻ വാട്ട് റിമൈൻസ്. അതുകൊണ്ട് ഉണരുക, എന്നിട്ട് നിങ്ങളിൽ ഉള്ളതിനെ എന്ത് ചെയ്യുക? ശക്തീകരിക്കുക. ഉണരുക, നിങ്ങളിൽ ഉള്ളതിനെ ശക്തീകരിക്കുക. അത് ആരുടെ ജോലിയാണ്? നമ്മുടെ ജോലിയാണ്. ഉണരുക, നമ്മളിൽ ഉള്ളതിനെ ശക്തീകരിക്കുക. ആമേൻ. ഇത് നമ്മുടെ ജീവിതത്തിലെ ഓരോ മക്കൾക്കും ഉള്ള സന്ദേശമാണ്. ഇന്ന് പ്രഭാതത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളോടും ഉള്ള ഒരു സന്ദേശമാണ്. നിങ്ങൾക്കറിയാമോ, സ്പിരിച്വലി ഡിക്ലൈൻ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ആത്മീയമായി താഴോട്ട് പോകുമ്പോൾ അതൊരു ഗ്രാജുവലായിട്ടാണ്. പെട്ടെന്ന് അങ്ങ് ആരും താഴോട്ട് പോകത്തില്ല. പെട്ടെന്ന് ഒരു ഡ്രാമാറ്റിക് ഫോൾ പോലെ പെട്ടെന്ന് ഒരു ബിൽഡിങ്ങിന് മേളിൽ താഴോട്ട് പോകുന്ന പോലെ ആരും താഴോട്ട് പോകത്തില്ല. ഇതൊരു പതുക്കെയാണ് പോകുന്നത്. ഗ്രാജുവലായിട്ടാണ് ഇത് നമ്മൾ ആത്മീയമായിട്ട് ബലഹീനരായി പോകുന്നത്. എന്ത് ചെയ്യും? നമ്മുടെ പ്രാർത്ഥന, നിരന്തരം ഉണ്ടായിരുന്ന പ്രാർത്ഥന ചെറുതായിട്ട് ഇറഗുലർ ആകാൻ തുടങ്ങും. ആമേൻ. നമ്മുടെ ഈ പണ്ടത്തെ പോലുള്ള ആരാധന കുറച്ച് നമ്മൾ നല്ല സന്തോഷത്തിൽ ആരാധിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു മെക്കാനിക്കൽ വർഷിപ്പായിട്ട് മാറും. പാഷൻ എന്ത് ചെയ്യും? നമ്മുടെ നമുക്ക് ആ ദൈവത്തോടുള്ള ഒരു ആഗ്രഹവും താല്പര്യവും ഒക്കെ കുറേശ്ശെയായിട്ട് കുറഞ്ഞു വരും. അപ്പം നമ്മുടെ മൊബൈൽ ഫോണിലെ നമ്മുടെ ബാറ്ററി താഴോട്ട് പോകുന്നത് പെട്ടെന്ന് ടപ്പേന്ന് താഴോട്ട് പോവില്ല, കുറേശ്ശെയായിട്ടാണ് താഴോട്ട് പോകുന്നത്. പക്ഷേ ഒരു 10% കഴിയുമ്പോഴത്തേനും എന്ത് ചെയ്യും? വാണിംഗ് ലഭിക്കാൻ ചെയ്യും. പക്ഷേ നമ്മൾ ആ വാണിങ്ങിനെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ, ആമേൻ, വാണിങ്ങിനെ അല്ലെങ്കിൽ നമുക്ക് തരുന്ന വാണിങ്ങിനെ നമ്മൾ അവഗണിച്ചാൽ എന്ത് പറ്റും? അത് ഷട്ട് ഡൗൺ ആയിപ്പോയി. മൊബൈൽ ഷട്ട് ഡൗൺ ആയിപ്പോകും, പിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ യേശു പറയുന്നത്, ആമേൻ, സഭയോട്, വിശ്വാസിയോട് പറയാം, നിങ്ങൾ ലോ ബാറ്ററിയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ആ ഫോൺ ഡെഡായി പോകുന്നതിന് മുമ്പ് ആമേൻ നിന്നിലുള്ള അതിനെ നീ എന്ത് ചെയ്യണം? റീചാർജ് ചെയ്തെടുക്കണം. ആമേൻ. നമ്മളിൽ എന്തുണ്ടോ അത് റീചാർജ് ചെയ്യുക. നമ്മുടെ ചെറിയ ആഗ്രഹം, പ്രാർത്ഥനയ്ക്കൊക്കെ പോകണമെന്നൊരു ആഗ്രഹമുണ്ട്, പക്ഷേ അങ്ങ് മടിയും, സാഹചര്യങ്ങളൊന്നും അനുകൂലമില്ല അവിടെ ചെല്ലുമ്പോൾ ചില സാഹചര്യങ്ങൾ. അപ്പോൾ എന്നാ ചെയ്യണം? അങ്ങനെ വിചാരിക്കരുത്. അവസാനം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ പ്രേയറിന് പോകാതാവും, കൂട്ടായ്മയ്ക്ക് പോകാതാവും, ചർച്ചയിൽ പോകാതാവും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ശക്തീകരിക്കുക. പ്രാർത്ഥിക്കാൻ പഴയ പോലൊരു ഉന്മേഷമില്ല, സാരമില്ല, നീ ഇരിക്കുക, പായയിലോട്ട് കയറി നിൽക്കുക, എന്നിട്ട് അങ്ങോട്ട് സ്വോത്രം പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഒന്നും പ്രാർത്ഥിക്കാൻ വരുന്നില്ലെങ്കിൽ കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്യുന്ന നന്മകൾക്കായിട്ട് കുറേശ്ശെ സ്വോത്രം പറഞ്ഞുകൊണ്ട് നിൽക്കുക. ആമേൻ. പിന്നെ പറയുന്നു, ആമേൻ, ബൈബിൾ വായിക്കാനുള്ള താല്പര്യങ്ങൾ, ആഗ്രഹങ്ങൾ. അപ്പോൾ ഇത് താഴോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളതിനെ മുൻപോട്ട് കൊണ്ടുപോകാൻ കർത്താവ് ആഗ്രഹിക്കും. മാനസികമായിട്ട് നമ്മളങ്ങ് തളരുക. മാനസികമായിട്ട് തളരുമ്പോഴും പെട്ടെന്ന് ഓർത്തോളം അങ്ങ് ഡിപ്രഷനിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കയറി വരാൻ പറയാം. അപ്പം നമുക്ക് മാനസികമായിട്ടൊരു താഴോട്ട് പോകുന്നു, അപ്രഷനിലേക്ക് പോകുന്നു എന്ന് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ ചാർജ് ചെയ്യണം. ദൈവവചനമൊക്കെ പറഞ്ഞ് ചാർജ് ചെയ്യണം. വിശ്വാസമുള്ളവരുടെ കൂടെ നടക്കണം. എന്നിട്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ ഉയർച്ചയിലേക്ക് കൊണ്ടുവരണം. ഇതുപോലെ നമ്മുടെ ശരീരവും നമുക്ക് വാണിംഗ് തരും. ശരീരം ബലഹീനമാകുന്നതിന് വാണിംഗ് തരും. ആമേൻ. കൈകാലുകൾക്ക് പെരുപ്പ് വരുന്നു, ആമേൻ, കാലിന് ബലഹീനത വരുന്നു, അല്ലെങ്കിൽ തലയ്ക്ക് പെരുപ്പ് വരുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഓർത്തോണം നമ്മുടെ ശരീരത്തിന് എവിടെയോ കുഴപ്പമുണ്ട്. അപ്പോൾ നമ്മളതിനെ ശ്രദ്ധിക്കണം. എന്നിട്ട് റെസ്റ്റ് എടുക്കേണ്ടതാണെങ്കിൽ റെസ്റ്റ് എടുക്കണം, ഉറങ്ങേണ്ടതാണെങ്കിൽ ഉറങ്ങണം. ഭയങ്കര ഓട്ടത്തിലാണെങ്കിൽ അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് റെസ്റ്റ് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്.
അപ്പോൾ ഈ ദിവസങ്ങളിൽ ആമേൻ ചാവാറായ ശേഷിപ്പുകളെ എന്ത് ചെയ്യണം? ശക്തിയിൽ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും. ഇത് മൂന്നും കാര്യങ്ങളും പറഞ്ഞാൽ ദേഹം ദേഹി ആത്മാവിനെ കുറിച്ച് പറഞ്ഞു. സ്പിരിച്വൽ മാനെ എന്ത് ചെയ്യണം? ശക്തീകരിച്ചോണം. മനസ്സിനെ എന്ത് ചെയ്യണം? ശക്തീകരിച്ചോണം. ശരീരത്തെ എന്ത് ചെയ്യണം? ശക്തീകരിച്ചോണം. തളർന്നു പോകരുത്. താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ എഴുന്നേറ്റ് വരാൻ പാടില്ല. ഹെൽത്ത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ തിരിച്ചു കൊണ്ടുവരിക എന്ന് ഞാൻ പ്രാക്ടിക്കലി പ്രയാസം. അതുകൊണ്ട് എല്ലാം ബോഡി തരുന്ന സയൻസ്, ആത്മാവ് തരുന്ന സിഗ്നൽസുകൾ, ബോഡി തരുന്ന സിഗ്നലുകൾ, ഇതൊന്നും നമ്മൾ അവഗണിച്ച് കളയരുത്. ഡോണ്ട് അവോയ്ഡ്. ഒന്നും അവോയ്ഡ് ചെയ്യാതെ നമ്മളിൽ അല്പബലമുണ്ടോ വീണ്ടും ശക്തി പ്രാപിക്കുക, ആത്മീയമായി ശക്തി പ്രാപിക്കുക, മാനസികമായിട്ട് ശക്തി പ്രാപിക്കുക, ശാരീരികമായി ശക്തി പ്രാപിക്കുക. എങ്കിലേ കർത്താവിന് വേണ്ടി നിൽക്കാൻ കഴിയുള്ളൂ, എങ്കിലേ മഹത്വമാകാൻ കഴിയുള്ളൂ. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. ഹല്ലേലൂയ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ.